ബാക്കിയുള്ള 100,000 പരിപാടികൾ പോകാനുണ്ട്. ദയവ് ചെയ്ത് എല്ലാവരും ശ്രദ്ധിക്കണം പ്ലീസ്. ആദ്യമായി നമ്മുടെ എല്ലാവർക്കും നമസ്കാരം. നമ്മളിവിടെ വന്നതിന് ശേഷം പലതവണ പലരായിട്ട് ഈ പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചും നമ്മളിവിടെ കുളിച്ചിട്ടേക്കുന്നതിൻ്റെയും അതിൻ്റെ പണിതുണ്ടായിരിക്കുന്നതിൻ്റെയും ഈ ആളിൻ്റെ വഴിയുടെയും പുറത്തുള്ള വഴിയുടെയും ടോയ്ലറ്റ് സൗകര്യങ്ങളെക്കുറിച്ചുള്ള എല്ലാവിധ പ്രശ്നങ്ങളും പറഞ്ഞു. അതിനുശേഷം നമ്മുടെ ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രിയെ അവിടെ വെച്ച് കാണുകയും എത്ര തിരക്കുകളിലും സമയം ഉണ്ടാക്കി ഇവിടെ ഒന്ന് വന്ന് ചിലപ്പോൾ നമ്മൾ നിവേദനം കൊടുത്താലോ നമ്മൾ പറഞ്ഞാലോ മനസ്സിലാക്കുന്നതിനേക്കാളും കാണുന്നതുകൊണ്ട് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുകയും നമുക്ക് വേണ്ടി വളരെ വലിയ പരിഗണനയോടുകൂടി സമയം മാറ്റി വെച്ച് അദ്ദേഹം ഇവിടെ വരെ എത്തുകയും ചെയ്തു. അദ്ദേഹത്തിന് അതുള്ളതാണ് നമ്മളെല്ലാവരും പ്രശ്നങ്ങളെല്ലാം നമ്മൾ അദ്ദേഹത്തോട് പറഞ്ഞു. ഇനി പരിഹാരത്തെ കുറിച്ച് ആലോചിക്കാം. നമ്മൾ അന്ന് പറഞ്ഞതുപോലെ അങ്ങനെ പിടിച്ചു നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഇവിടെ ഉണ്ട്. ചില പോക്കറ്റുകളായിട്ട് അതൊന്നും ഒന്നിച്ച് ഒരു പുനരുദ്ധാരണ കമ്മിറ്റി ഉണ്ടാക്കുക, ആ കമ്മിറ്റി ദേവസ്വങ്ങളുമായിട്ട് കൃത്യമായിട്ട് സംവേദിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിന് പരിഹാരമായിട്ടുള്ളത്. അത്തരത്തിൽ നീങ്ങുമെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടത്തിയെടുക്കാൻ നമുക്ക് ഒറ്റയ്ക്ക് വിചാരിച്ചതൊന്നും സാധിക്കില്ല. ഇതിൻ്റെ സഹായം ആവശ്യമുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമ്മൾക്കൂടെ കൂടുതൽ എന്ത് കാര്യങ്ങൾ നീക്കാം ഇത് പരിഹരിച്ച് നമ്മൾ ഈ പറഞ്ഞ ഡേറ്റ് ആകുമ്പോഴത്തേക്ക് വീണ്ടും കയറുന്ന എല്ലാവരുടെയും എല്ലാ വിശ്വാസികളുടെയും ഒറ്റ ആഗ്രഹമാണ്. അത് നടത്താൻ എല്ലാവരും ഒന്നിച്ച് നിൽക്കണം, ഒപ്പം നിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് അദ്ദേഹത്തിന് 2 വകുപ്പുകളാണ് വലിയ പ്രാധാന്യമുള്ള 2 വകുപ്പുകളാണ്. അതിന് അത്രയും തിരക്കിനിടയിൽ ഇവിടെ എത്തിയിട്ടുള്ള നന്ദി ഒരിക്കലും കൂടി പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രിയെ അതുപോലെ എന്നെ പറഞ്ഞതുപോലെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി ഓരോ ആഴ്ചയും ഓരോ നന്ദിയുടെ അല്ലെങ്കിൽ ഞാൻ അതുകൊണ്ട് കമ്മിറ്റി ഉണ്ടാക്കിയ കമ്മിറ്റി ദേവസ്വം ബോർഡുമായിട്ട് നിരന്തരം ബന്ധപ്പെട്ട് ഇത് കൊണ്ടുവന്നു. തടസ്സങ്ങളെല്ലാം നമ്മൾ ചെയ്യാറില്ല. ഇത് ക്ഷേത്രത്തിൻ്റെ കാര്യമാണ്. ക്ഷേത്ര കാര്യങ്ങൾ കോടതിയിലേക്ക് വിളിച്ചെടുത്ത് അത് ഇരുട്ടാൻ പാടില്ല എന്നാണ് തൊഴിൽത്തർക്കല്ല, അല്ലെങ്കിൽ വസ്തുതർക്കല്ല, അത് ക്ഷേത്രത്തിൻ്റെ കാര്യം. നമ്മളൊക്കെ വിശ്വാസികളാണ്. വിശ്വാസികളുടെ വിശ്വാസമനുസരിച്ച് ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനം തുടങ്ങിയാൽ അത് ആ പ്രദേശത്തിനെ മൊത്തം ബാധിക്കും. മനുഷ്യൻ്റെ ആരോഗ്യത്തിനെ ബാധിക്കും, മനുഷ്യൻ്റെ സംയുക്തനെ ബാധിക്കും. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് കോടതി തൽക്കാലം ഒഴിവാക്കി കലക്ടർ വിശ്വാസത്തിലെടുത്ത് എല്ലാ വിശ്വാസികളും ഒരു 3 മാസം അത് പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. മാത്രം ഞങ്ങൾ എല്ലാവരും സഹിക്കണമെന്ന് പറയാനുള്ളത്. അതുകൊണ്ട് കലക്ടർക്ക് അടിയന്തരമായി ഉണ്ടാക്കുന്നതിന് പറയാൻ കാരണമാണ് ഈ കോടതി പോകുമ്പോഴാണ് പിന്നെ ദേവസ്വം പോലെ ചിലതിനും ബന്ധപ്പെടാൻ ദേവസ്വം ബോർഡ് അംഗം തന്നെ അവയും എല്ലാ കാര്യങ്ങളും തന്നെ ഏരിയ കമ്മിറ്റി അതിൻ്റേതായ അങ്ങനെ ഇതെല്ലാം നിങ്ങൾ പ്രയോജനം ഇവിടെ ഈ ക്ഷേത്രത്തെ കിട്ടിയ അത് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാം. അത് യൂട്ടിലൈസ് ചെയ്താൽ ഈ നാടിന് പോലാണ് വിശ്വാസികൾ. നമുക്ക് ഏറ്റവും മഹനീയമായ സംഭവപ്രധാനം MLA വന്നിരുന്നു, മുഖ്യമന്ത്രി വന്നിരുന്നു, MP സാർ വന്നിരുന്നു. ഇപ്പോൾ ദേവസ്വം മന്ത്രി ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ എത്തി. നമ്മുടെ 4 പ്രധാനപ്പെട്ട വ്യക്തികൾ നമ്മളെല്ലാം അനുഭവിക്കുന്നു. നമ്മുടെ ഇത്ര പ്രധാനപ്പെട്ട ക്ഷേത്രത്തിന് വളരെയധികം പരാധീനതകളുള്ളത് നേരിട്ട് കണ്ടു. കാരണം ഏത് അപകടമില്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ സാറിനെ കണ്ടു കുറച്ച് ചെയ്യാൻ പറ്റും. ഞാൻ അതിനെ പറ്റി പറയുന്നത് ഏറ്റവും അനുഗ്രഹിച്ചു കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും. അങ്ങനെ എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു. ഇവിടെ എന്തിനാണ് എല്ലാം
ഈ ഒരു കാര്യം സാർ ഇനി മുതൽ ഞങ്ങൾ സന്തോഷമുണ്ട് ഇനി മുതൽ കാര്യങ്ങൾ നടക്കണം. മറ്റെല്ലാ നമ്മുടെ കുട്ടികളായാലും എവിടെയായാലും നടക്കുന്നുണ്ട്. നമ്മുടെ അവിടെ മാത്രം അതിനേക്കാൾ പ്രധാനപ്പെട്ട നമ്മുടെ നടക്കട്ടെ ദേശത്താണ് ആളുകൾ ബുദ്ധിമുട്ട്. പക്ഷെ അത് ഭഗവതി ആ ഒരു പ്രധാന വ്യക്തിയുടെ കാര്യങ്ങൾ മനസ്സിലായി കമ്മിറ്റി ദേവസ്വം ഇനി മുതൽ ബാക്കിയുള്ള ചിലരെല്ലാം മാറ്റാൻ പറ്റില്ല. ബാക്കിയുള്ളതെല്ലാം